ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇത് പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ തന്നെയാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം. നാം വസിക്കുന്ന ഭൂമിയുടെ 2 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. ഇപ്പോൾ സമുദ്രങ്ങൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇന്ത്യൻ മഹാസമുദ്രമെന്നും ബംഗാൾ ഉൾക്കടൽ, അങ്ങനെ പല രീതിയിൽ പല പേരുകളിൽ ജലാശയങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നാം വസിക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ. ഇതെല്ലാം എന്താണ്, സമുദ്രമാണ്. പക്ഷെ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിശാലമായുടെ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, കരയുടെ കഷ്ണങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല രൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അല്ലാതെ എന്താണ്, മരുഭൂമികൾ, പീഠഭൂമികൾ, അങ്ങനെ പർവ്വതങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങൾ, അങ്ങനെ എല്ലാം ചേർന്ന ഒരു കരഭാഗമാണ് നമുക്ക് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും പറഞ്ഞാൽ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുക. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. സമുദ്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. പസഫിക് മഹാസമുദ്രം, ആർട്ടിക് മഹാസമുദ്രം, പിന്നെ അതൊക്കെ ഇവിടെ സമുദ്രങ്ങളും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂഖണ്ഡം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തായിട്ട് പഠിക്കേണ്ടത് ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നു. എന്താ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെയാണ് വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയൊക്കെയുള്ള വിശാലമായ ഈ ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ, സബ് കോണ്ടിനേറ്റ് എന്ന് വിളിക്കുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗത്തിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിവയൊക്കെ അറിയപ്പെടുന്നത് എന്താണ്, ഇവയെല്ലാം എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അപ്പോൾ എന്താണ്, പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമി ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ഇത് ചോദിക്കാവുന്നതാണ്. അപ്പം നോക്കിയിരിക്കുക. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ടിയാൻഷാന്, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമ സ്ഥാനമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഇപ്പം എന്തൊക്കെയാണ് ഒരു അതിർത്തികളിൽ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് എന്താണുള്ളത്, ഹിമാലയ പർവ്വതമാണ്. ഓക്കെ, ഇനി കിഴക്കേ അതിർത്തിയിലോ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുകുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുകുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്താണ്, ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ വടക്ക് എന്താണ്, ഹിമാലയ പർവ്വതം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്.
പിന്നെ പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും പിന്നെ കിഴക്കേ അതിർത്തിയിൽ എന്താണ് അരക്കൻ പർവ്വതനിരകളും എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണെന്നറിയാവോ? അതാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ഏക സമുദ്രമാണേത്? ഇന്ത്യൻ മഹാസമുദ്രം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? അവിടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, അല്ലേ, ശ്രീലങ്ക. ഇത്രയും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യയുണ്ട്, പിന്നെ ശ്രീലങ്കയുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? പടം കാണുമ്പോൾ തന്നെ അറിയാം, ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഏതാ? മാലിദ്വീപാണോ? ആണോ? ഓക്കെ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധം, ജനനിബിഡം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് കാണപ്പെടുന്നു, നദികളാൽ ഒത്തിരി നദികളൊക്കെ ഉണ്ട്, അപ്പോൾ എന്താ ജലസമൃദ്ധമാണ്. അതുപോലെ തന്നെ നിരപ്പായിട്ടുള്ള ഭൂപ്രദേശമാണ്, ജനനിബിഡമാണ്. ഉത്തര സമതലത്തിനു തെക്കുഭാഗം എന്താണ്? പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കാണപ്പെടുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് എന്താ പറയുന്നത്? ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പോൾ ഏറെക്കുറെ ഏത് ഷേപ്പാണ്? ത്രികോണാകൃതിയിലുള്ള എന്നാണ് പറയുന്നത്. ഈ ഭൂഭാഗത്തിന് എന്താ പേര്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. ഓക്കെ ആണല്ലോ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണേത്? നമ്മുടെ താർ മരുഭൂമി. അപ്പം വളരെ വിരളമായിട്ട് അവിടെ മഴ ലഭിക്കുന്നു. ഈ പ്രദേശത്ത് എന്താ? കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളും സ്വാഭാവിക സസ്യജാലങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്നോട് അറിഞ്ഞിരിക്കുക, താർ മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലും വ്യാപിച്ചു കിടക്കുന്ന വരണ്ട പ്രദേശമാണിത്, താർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളും സ്വാഭാവിക സസ്യജാലങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് നോക്കാം. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥ സവിശേഷതകളാണ് ഉള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ ഏതുവേലറിയപ്പെടുന്നു? മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ഇനി ഒരു അറബ് സഞ്ചാരിയുണ്ട്. അപ്പോൾ അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദി. അപ്പോൾ അൽ മസൂദിയുടെ കൃതികളിൽ എന്താണ്? നമ്മുടെ ഋതുഭേദങ്ങളെക്കുറിച്ച് അനുസരിച്ച് അതിൽ നമ്മുടെ ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇനി സൂര്യൻ്റെ അയനം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്കും അതായത് 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. അപ്പോൾ അയനം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടാൻ കാരണം. ഇനി സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ
സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്കു നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇനി ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഏതൊക്കെയുള്ളത്? അക്ഷാംശ സ്ഥാനമുണ്ട്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒരിക്കൽ കൂടി വായിക്കാം. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഇനി മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് തണുപ്പാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരുവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാൻ കാരണമാണ്. മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ അറിയപ്പെടുന്ന മഴനിഴൽ പ്രദേശങ്ങൾ. ഇതെല്ലാം ഒന്ന് കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മഴനിഴൽ പ്രദേശങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാം. ഒരിക്കൽ കൂടി പറയാം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരുവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിൽ വളരെ മഴ കുറവായിരിക്കും. ഇങ്ങനെ മഴ കുറവായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? മഴനിഴൽ പ്രദേശങ്ങൾ. പാഠമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണല്ലോ അവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്നിടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്ക്കാതെ കടന്നുപോകുന്നു. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ്, അറിഞ്ഞിരിക്കുക. അപ്പോൾ ചോദിക്കാം, ഈ അരാവലി മലനിരകളൊക്കെ എവിടെ ഓടുന്ന പ്രദേശം എവിടെ കാണപ്പെടുന്നത്? രാജസ്ഥാനിലാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം പട്ടി കൊടുത്തിട്ടുണ്ട്, വിള. അപ്പം അതിൻ്റെ പ്രത്യേകത ധാരാളം ജലം ആവശ്യം. നെല്ലിന് ധാരാളം ജലം ആവശ്യമാണ്. നെല്ല് ഏത് മാസമാണ് വിതയ്ക്കുന്നത്? ജൂൺ മാസത്തിൽ വിതയ്ക്കുന്നു. വിളവെടുക്കുന്ന സെപ്റ്റംബർ മാസത്തിലാണ്. ഗോതമ്പിന് ഒരു മിതമായ അളവിലെ ജലം ആവശ്യമുള്ളൂ. ഒക്ടോബർ മാസത്തിൽ വിതച്ചിട്ട് മാർച്ചിൽ വിളവെടുക്കുന്നു. തണ്ണിമത്തന് വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യമൊക്കെ ആവശ്യമാണ്. ഏപ്രിൽ മാസത്തിൽ വിതച്ചിട്ട് ജൂൺ മാസത്തിലാണ് നമ്മൾ വിളവെടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിലെ 3 കാർഷിക കാര്യങ്ങളാണ് ഉള്ളത്: ഖാരിഫ്, റാബി, സെയ്ദ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, അരിച്ചോളം, ബജ്റ, തുവര എന്നീ കൃഷി ചെയ്യുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായിട്ട് മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. പിന്നെന്താണ് അതിനുശേഷം
റാബി വിളവെടുപ്പിന് ശേഷം ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷികമാണ് സെയ്ത്. തണ്ണിമത്തന്, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റയൊക്കെ ആ സമയത്താണ് കൃഷി ചെയ്യുന്നത്. ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. 3 കാർഷികകാലങ്ങളുണ്ടെങ്കിൽ പ്രാദേശിക വ്യതിയാനങ്ങളൊക്കെ പ്രകടമാണ്. ഇനി ഭക്ഷ്യവിളകളുണ്ട്. നാണ്യവിളകൾ, വിളകൾ, എണ്ണക്കുരുക്കൾ. നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണേത് നാണ്യവിളകൾ. ഉദാഹരണം കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ. അപ്പം നാണ്യവിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ. നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകളൊക്കെ ഇല്ലേ, ഇവയൊക്കെ നിർമ്മാണത്തിന് ഇതിൻ്റെ എല്ലാം നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ്? നാരുവിളകളാണ്. ഇനി എണ്ണക്കുരുക്കൾ എന്ന് പറഞ്ഞാൽ നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി ഒക്കെ ഇതിൽ പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ പലതും തോട്ടവിളകൾ. അപ്പം ഈ എണ്ണ കുരുക്കൾ ഇതൊക്കെ നിലക്കടല, കടുക്, സോയാബീൻ, സൂര്യകാന്തിയൊക്കെ ഇതൊക്കെയാണ് എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതെല്ലാമാണ് എണ്ണക്കുരുക്കൾ. വിളകളാണ് പരുത്തിയും ചണവും. നാണ്യവിളകളാണ് ഇതൊക്കെ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ. ഇതെല്ലാം എന്താണ്? നാണ്യവിളകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.